all, welcome back to Binthee Life. ഇന്നത്തെ വീഡിയോ ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. ഇറ്റാലിയൻ കോഫി ഫ്ലേവേർഡ് തിരാമിസു. ഓവൻ വേണ്ട, മുട്ട ഉപയോഗിക്കുന്നില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണ്. ആർക്കും ട്രൈ ചെയ്യാം. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. തിരാമിസുവിന് വേണ്ടി നമുക്ക് ബിസ്ക്കറ്റിൻ്റെ ലെയറും ഉണ്ടാക്കാനുണ്ട്, ക്രീമിൻ്റെ ലെയറും ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്രീമിൻ്റെ ലെയർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്വീറ്റൻഡ് വിപ്പിംഗ് ക്രീമും ക്രീം ചീസും പൗഡേർഡ് ഷുഗറുമാണ്. എൻ്റെ വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് ഞാൻ പഞ്ചസാര അധികം ചേർക്കുന്നില്ല. നിങ്ങളുടേത് അൺസ്വീറ്റൻഡ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് മധുരം ചേർക്കുക. ക്രീം ചീസ് നിങ്ങൾക്ക് ക്യൂബ്സ് ആയിട്ട് വാങ്ങാൻ കിട്ടും, സ്പ്രെഡായിട്ട് വാങ്ങാൻ കിട്ടും. ഞാനിവിടെ വാങ്ങിയത് ക്യൂബാണ്. അപ്പോൾ 8 ക്രീം ചീസിൻ്റെ ക്യൂബ്സും 2 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗറും കൂടി നമുക്ക് ഫസ്റ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെക്കാം. നിങ്ങളുടെ വിപ്പിംഗ് ക്രീം അൺസ്വീറ്റൻഡ് ആണെങ്കിൽ 4-5 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ ചേർക്കുക. ക്രീം ചീസിൻ്റെ സ്പ്രെഡ് ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണം ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രീമിൻ്റെ ലെയർ അലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്കൊരു കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. അതൊരു 5-8 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യണം, എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ക്രീം ചീസിൻ്റെ മിക്സിലേക്ക് കുറേശ്ശെയായി വിപ്പിംഗ് ക്രീം ഇട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബിസ്ക്കറ്റിൻ്റെ ലെയർ ഉണ്ടാക്കാം. തിരാമിസുവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ലേഡി ഫിംഗർ ബിസ്ക്കറ്റ്. ഇത് വീട്ടിലും ഉണ്ടാക്കാം, റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും. ഞാൻ റെഡിമെയ്ഡായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്, എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. പിന്നെ വേണ്ടത് കോഫി പൗഡർ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക്, ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ കോഫി പൗഡറാണ്. കാരണം ഞങ്ങളുടെ കോഫി നല്ല കടുപ്പുള്ളതുകൊണ്ട് 1/2 ടീസ്പൂൺ കോഫി പൗഡറും 1 കപ്പ് ഇളം ചൂടുവെള്ളം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഈ കോഫി മിക്സ് ഒന്ന് ആറിയതിന് ശേഷം ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് ഓരോന്നായി എടുത്ത് ഈ മിക്സിലേക്ക് മുക്കി നമ്മുടെ ബൗളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. നമ്മളെടുത്ത ബൗൾ വളരെ ചെറുതായതുകൊണ്ട് 5 ബിസ്ക്കറ്റ് താഴത്തെ ലെയറിനായിട്ട് വേണ്ടി വന്നിട്ടുള്ളൂ. ഇനി ബിസ്ക്കറ്റിൻ്റെ മേലേക്ക് നേരത്തെ എടുത്ത് വെച്ച ക്രീമിൻ്റെ മിക്സ് ഇട്ട് നന്നായിട്ട് ലെയർ ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ എടുത്ത് എല്ലാ കോർണറിലേക്കും ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ക്രീമിൻ്റെ മേലെ കുറച്ച് ബിസ്ക്കറ്റ് കൂടി കോഫിയിൽ മുക്കി ലെയർ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേലെ ക്രീമിൻ്റെ മിക്സും കൂടി ലെയർ ചെയ്ത് കൊടുക്കാം. തിരാമിസു ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി വന്നത് 1 മണിക്കൂറിൽ താഴെ സമയം മാത്രമാണ്. ഇത് മുട്ടയും ഓവനൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 1-2 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ ഇത് ഉള്ളതിൽ വെച്ച് ഏറ്റവും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഈ ബൗൾ ക്ലിംഗ് റാപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാൻ വെക്കാം. ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ട് സെറ്റാവും. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ വെക്കാം. നമ്മുടെ തിരാമിസു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഒരു സ്ട്രെയിനർ എടുത്ത് അതിലേക്ക് കൊക്കോ പൗഡർ ഇട്ട് ഇതിൻ്റെ മേലെ നന്നായിട്ട് ലെയർ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് മുറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ലെയർ ശരിക്കും കാണാൻ പറ്റും. കോഫീൻ്റെ ഒരു കയ്പും പിന്നെ ഈ ക്രീമിലുള്ള ചെറിയൊരു മധുരവും ഒക്കെ കൂടി വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഒരുപാട് മധുരമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസ്, പിന്നെ കാലിഗ്രാഫി, പെയിൻറ്റിങ്, സൂയിങ് അങ്ങനെയുള്ള ട്യൂട്ടോറിയൽസ്, പിന്നെ ഹിഡൻ ജെംസ് ഒക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് വരുന്ന വീഡിയോസിലൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള കോണ്ടൻറ്റ്സ് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് കണ്ട് ചെയ്ത് നോക്കി അഭിപ്രായം പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ താങ്ക് യു. തുടർന്നും സപ്പോർട്ട് ചെയ്യുക.
താങ്ക് യു.